സ്നേഹമുള്ളവരെ, 1 സാമുവേൽ 6-ാം അധ്യായത്തിലെ ചോദ്യോത്തര ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 21. ക്വസ്റ്റ്യൻ നമ്പർ 2, 6-ാം അധ്യായത്തിന്റെ തലക്കെട്ട് എന്ത്? ഉത്തരം പേടകം തിരിച്ചെത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, കർത്താവിന്റെ പേടകം എത്ര കാലമാണ് ഫിലിസ്തീനയുടെ ദേശത്ത് ആയിരുന്നത്? ഉത്തരം 6 മാസക്കാലം. ക്വസ്റ്റ്യൻ നമ്പർ 4, 6 മാസക്കാലം കർത്താവിന്റെ പേടകം എവിടെയായിരുന്നു? ഉത്തരം ഫിലിസ്തീനയുടെ ദേശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഫിലിസ്തീയർ ആരെ വിളിച്ചുകൂട്ടിയാണ് കർത്താവിന്റെ പേടകം എന്ത് ചെയ്യണമെന്ന് ആരാഞ്ഞത്? പുരോഹിതന്മാരെയും ജ്യോത്സ്യരെയും. ക്വസ്റ്റ്യൻ നമ്പർ 6, പുരോഹിതന്മാരെയും ജ്യോത്സ്യരെയും വിളിച്ചുകൂട്ടി ഫിലിസ്തീയർ എന്താണ് ചോദിച്ചത്? ഉത്തരം കർത്താവിന്റെ പേടകം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്പർ 7, പുരോഹിതരെയും ജ്യോത്സ്യരെയും വിളിച്ചുകൂട്ടി കർത്താവിന്റെ പേടകം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് ആര്? ഉത്തരം ഫിലിസ്തീയർ. ക്വസ്റ്റ്യൻ നമ്പർ 8, പുരോഹിതന്മാരെയും ജ്യോത്സ്യരെയും വിളിച്ചുകൂട്ടിയപ്പോൾ അവർ എന്ത് മറുപടി പറഞ്ഞു? ഉത്തരം പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, തിരിച്ചയക്കുമ്പോൾ എങ്ങനെയാകരുത് എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യരും പറഞ്ഞത്? ഉത്തരം വെറും കൈയോടെ ആകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ എന്താണ് അതോടൊപ്പം കൊടുത്തയക്കേണ്ടത്? ഉത്തരം ഒരു പ്രാശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 11, എപ്പോഴാണ് ഫിലിസ്തീയർ സുഖം പ്രാപിക്കുന്നത്? ഉത്തരം പ്രാശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കളോടൊപ്പം കർത്താവിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 12, പുരോഹിതന്മാരോടും ജ്യോത്സ്യരോടും ഫിലിസ്തീയർ എന്താണ് വീണ്ടും ചോദിച്ചത്? എന്ത് വസ്തുവാണ് ഞങ്ങൾ പ്രാശ്ചിത്ത ബലിക്ക് അവിടത്തേക്ക് സമർപ്പിക്കേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 13, ആരുടെ സംഖ്യ അനുസരിച്ചാണ് സ്വർണ്ണ നിർമ്മിതമായ 5 കുരുക്കളും 5 എലികളും അവിടത്തേക്ക് സമർപ്പിക്കേണ്ടത്? ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ സംഖ്യ. ക്വസ്റ്റ്യൻ നമ്പർ 14, ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ എന്താണ് അവിടത്തേക്ക് സമർപ്പിക്കേണ്ടത്? ഉത്തരം 5 കുരുക്കളും 5 എലികളും. ക്വസ്റ്റ്യൻ നമ്പർ 15, എങ്ങനെയുള്ള കുരുക്കളും എലികളെയുമാണ് അവിടത്തേക്ക് സമർപ്പിക്കേണ്ടത്? ഉത്തരം സ്വർണ്ണ നിർമ്മിതമായ. ക്വസ്റ്റ്യൻ നമ്പർ 15, എന്തിനാണ് പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ സ്വർണ്ണ കുരുക്കളും സ്വർണ്ണ എലികളെയും സമർപ്പിക്കേണ്ടത്? ഉത്തരം ഫിലിസ്തീയർക്കും ഫിലിസ്തീയ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയാണ് ഉണ്ടായത്, അതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17, ഫിലിസ്തീയ പ്രഭുക്കർ എത്ര പേരുണ്ട്? ഉത്തരം 5. ക്വസ്റ്റ്യൻ നമ്പർ 18, നിങ്ങളുടെ നാട് നശിപ്പിച്ച എന്തിന്റെ രൂപം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം എലികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 19, ആരുടെ മഹിമയെ പ്രകീർത്തിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ മഹിമയെ. ക്വസ്റ്റ്യൻ നമ്പർ 20, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം ആരുടെയെല്ലാം മേലാണ് ശക്തമാക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ. ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 21, ആരെ പോലെ നിങ്ങൾ കഠിന ഹൃദയരാകുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 22, അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കാനാണ് പറയുന്നത്? ഉത്തരം ഒരു പുതിയ വണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 23, ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി എന്തിനെയാണ് അതിൽ കെട്ടേണ്ടത്? ഉത്തരം ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത 2 കറുവ പശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 24, കറുവ പശുവിന്റെ കുട്ടികളെ എവിടെ വയ്ക്കണം? ഉത്തരം വീട്ടിൽ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 25, എന്താണ് എടുത്ത് വണ്ടിയിൽ വെക്കേണ്ടത്?
ഉത്തരം കർത്താവിൻ്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 26. എന്തിനു വേണ്ടിയാണ് സ്വർണ ഉരുപ്പിടികൾ തയ്യാറാക്കിയത്? ഉത്തരം പ്രാശ്ചിത്ത ബലിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 27. പ്രാശ്ചിത്ത ബലിക്കായി തയ്യാറാക്കിയ സ്വർണ ഉരുപ്പിടികൾ എവിടെ വയ്ക്കണം? ഉത്തരം പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 28. പശുക്കൾ എവിടേക്ക് പോയാലാണ് അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തി വച്ചതെന്ന് മനസ്സിലാക്കുന്നത്? ഉത്തരം സ്വന്തം നാടായ ബെത്ത് ഷെമേഷിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 29. പശുക്കൾ വേറെ വഴിക്ക് പോയാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉത്തരം അവിടെ നിന്നല്ല നമ്മെ ശിക്ഷിച്ചത്, യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 30. കിടാക്കളെ എവിടെയാണ് നിർത്തിയത്? ഉത്തരം വീട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. പശുക്കൾ എവിടേക്കാണ് ഇടംവലം നോക്കാതെ പോയത്? ഉത്തരം ബെത്ത് ഷെമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 32. പശുക്കൾ ബെത്ത് ഷെമേഷിലേക്കുള്ള വഴിയിലൂടെ എങ്ങനെയാണ് പോയത്? ഉത്തരം അമറിക്കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 33. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്നത് ആര്? ഉത്തരം ബെത്ത് ഷെമേഷിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 34. ബെത്ത് ഷെമേഷിലെ ജനങ്ങൾ തല ഉയർത്തി നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഉത്തരം കർത്താവിൻ്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 35. ആരാണ് തല ഉയർത്തി നോക്കിയപ്പോൾ കർത്താവിൻ്റെ പേടകം കണ്ടത്? ഉത്തരം ബെത്ത് ഷെമേഷിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. വണ്ടി ആരുടെ വയലിൽ ചെന്ന് നിന്നു? ഉത്തരം ബെത്ത് ഷെമേഷുകാരനായ ജോഷുവയുടെ വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ബെത്ത് ഷെമേഷുകാരനായ ജോഷുവയുടെ വയലിൽ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം ഒരു വലിയ കല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 38. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന പശുക്കളെ എന്ത് ചെയ്തു? ഉത്തരം ദഹന ബലിയായി കർത്താവിന് സമർപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 39. എങ്ങനെയാണ് പശുക്കളെ ദഹന ബലിയായി കർത്താവിന് സമർപ്പിച്ചത്? ഉത്തരം വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി. ക്വസ്റ്റ്യൻ നമ്പർ 40. ആരാണ് കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ ഉരുപ്പിടികൾ വച്ചിരുന്ന പെട്ടിയും താഴെയിറക്കി വെച്ചത്? ഉത്തരം ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 41. ലേവ്യർ കർത്താവിൻ്റെ പേടകവും ഉരുപ്പിടികൾ വച്ചിരുന്ന പെട്ടിയും താഴെയിറക്കി എവിടെയാണ് വെച്ചത്? ഉത്തരം ഒരു വലിയ കല്ലിന്മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. ബെത്ത് ഷെമേഷിലെ ജനങ്ങൾ ഏതെല്ലാം ബലികളാണ് കർത്താവിന് സമർപ്പിച്ചത്? ഉത്തരം ദഹന ബലികളും ഇതര ബലികളും. ക്വസ്റ്റ്യൻ നമ്പർ 43. കർത്താവിന് ദഹന ബലികളും ഇതര ബലികളും സമർപ്പിച്ചത് ആര്? ഉത്തരം ബെത്ത് ഷെമേഷിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 44. ആരാണ് എക്രോണിലേക്ക് മടങ്ങിയത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഫിലിസ്ത്യ പ്രഭുക്കർ ബലിയർപ്പിച്ചത് കണ്ടതിന് ശേഷം എങ്ങോട്ട് മടങ്ങി? ഉത്തരം എക്രോണിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണക്കുരുക്കളിൽ ഒന്ന് ആർക്കുള്ളതായിരുന്നു? ഉത്തരം അഷ്ദോദിന്. ക്വസ്റ്റ്യൻ നമ്പർ 47. മറ്റൊന്ന് ആർക്കുള്ളതായിരുന്നു? ഉത്തരം ഗാസായ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. മൂന്നാമത്തേത് ആർക്കായിരുന്നു? ഉത്തരം അഷ്കലോൺ. ക്വസ്റ്റ്യൻ നമ്പർ 49. നാലാമത്തേത് ആർക്ക്? ഉത്തരം ഗത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 50. അഞ്ചാമത്തെ ഉരുപ്പിടി ആർക്ക്? ഉത്തരം എക്രോണിന്. ക്വസ്റ്റ്യൻ നമ്പർ 51. സ്വർണ എലികൾ സമർപ്പിച്ചത് എന്തിൻ്റെ സംഖ്യ അനുസരിച്ചായിരുന്നു? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ച്.
ക്വസ്റ്റ്യൻ നമ്പർ 52. ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ച് ഫിലിസ്തീയർ സമർപ്പിച്ചത് എന്ത്? ഉത്തരം സ്വർണ്ണ എലികൾ. ക്വസ്റ്റ്യൻ നമ്പർ 53. എന്ത് ഇറക്കി വെച്ച ആ വലിയ കല്ല് സംഭവത്തിന് സാക്ഷിയായി ഇന്നും അവിടെയുണ്ട്? ഉത്തരം കർത്താവിന്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 54. കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഇന്നും എവിടെയാണ് ഉള്ളത്? ഉത്തരം ബത്ശെമേശുകാരനായ ജോഷുവയുടെ വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എത്ര പേരാണ് വധിക്കപ്പെട്ടത്? ഉത്തരം 70 പേർ. ക്വസ്റ്റ്യൻ നമ്പർ 56. കർത്താവ് അവരുടെ ഇടയിൽ എന്താണ് നടത്തിയത്? ഉത്തരം കൂട്ടക്കൊല. ക്വസ്റ്റ്യൻ നമ്പർ 57. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ഉത്തരം വിലപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 58. കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ് ഈ പരിശുദ്ധന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. ബത്ശെമേശിലെ ആളുകൾ ദൂതന്മാരെ എവിടുത്തെ ജനങ്ങളുടെ അടുത്തേക്കാണ് അയച്ചത്? ഉത്തരം കിരിയാത്ത് യയാറിലെ. ക്വസ്റ്റ്യൻ നമ്പർ 60. ബത്ശെമേശിലെ ജനങ്ങൾ ആരെയാണ് കിരിയാത്ത് യയാറിലെ ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം ദൂതന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 61. ദൂതന്മാരെ ആരാണ് കിരിയാത്ത് യയാറിലെ ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം ബത്ശെമേശിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. ഫിലിസ്തീയർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ. എന്ത്? ഉത്തരം കർത്താവിന്റെ പേടകം.